ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. നമ്മളിപ്പോൾ കൊച്ചി ബ്രോഡ്വേ ആണ്. നമ്മൾ കൊച്ചിയുടെ പതിവ് കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ബ്രോഡ്വേയുടെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. സംഭവം നമ്മുടെ ഈ ഒരു വർഷം കഴിയാൻ പോവുകയാണ്. 2024 പെട്ടെന്ന് കഴിഞ്ഞു പോയല്ലേ. ഇതായപ്പോൾ 2025 വരാൻ പോകുന്നു. അതിനിടയ്ക്ക് ഒരു ക്രിസ്മസും ഒരു ന്യൂ ഇയറും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കൊച്ചിയിലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു പ്രദേശങ്ങളിലൊന്നാണ് ബ്രോഡ്വേ. അപ്പോൾ എന്താണെന്ന് അറിയണ്ടേ, ബ്രോഡ്വേയിൽ ഈ കടകൾ തന്നെയാണ് അതിന് കാരണം. ഇവിടെ ക്രിസ്മസിന് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ നമ്മൾ ഈ ബ്രോഡ്വേ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിലുള്ള ബാക്കിയുള്ള വീഡിയോകളൊക്കെ ഒന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്രോഡ്വേയുടെ കൂടുതൽ കാഴ്ചകളിലോട്ട് അങ്ങ് പോവാം. പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ കോഴിക്കോട് മിഠായി തെരുവിൻ്റെ ചെറിയൊരു സാദൃശ്യമൊക്കെ തോന്നും. കാരണം രണ്ട് സൈഡിലും കടകൾ, നിറയെ ആളുകൾ, നിറയെ കച്ചവട സ്ഥാപനങ്ങൾ, പിന്നെ അവിടുത്തെ ഒരു ആവേശത്തിലുള്ള ഓരോ കടകളിലേക്ക് ആളെ വിളിച്ച് കിട്ടുന്ന ഒരു ആവേശം ഉണ്ടല്ലോ, അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റത്തില്ല. അത് കാണണമെങ്കിൽ ആ ഒരു ഫീൽ ചെയ്യണമെങ്കിൽ മിഠായി തെരുവ് തന്നെ പോകണം. അപ്പോൾ ഇവിടെ ഒരുപാട് കടകളുണ്ട്. റോഡിൻ്റെ രണ്ട് വശത്തുമായിട്ട് വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. എന്നാലും ചില ആളുകൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ വണ്ടി കുത്തിക്കയറ്റിക്കൊണ്ട് വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ പാടില്ലാത്തൊരു കാര്യമാണ്. ഇത്ര ആളുകൾ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടി വണ്ടി കുത്തിക്കയറ്റിക്കൊണ്ട് വരുന്നതിൻ്റെ ഒരു ഗുഡ്നെസ് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ ഒരു മേത്ര ബസാറുണ്ടല്ലോ, ഇത് വളരെ നാരമായിട്ടുള്ളതാണ്. പറയുമ്പോൾ ബ്രോഡ് എന്ന് പറഞ്ഞാലും വളരെ നാരമായിട്ടുള്ളൊരു സ്ട്രീറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നിറയെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട കടകളാണ്. അതായത് സീസണലാണ്. ഓണം വന്നാൽ ഓണമായിട്ട് ബന്ധപ്പെട്ടത്, വിഷു വന്നാൽ വിഷുവായിട്ട് ബന്ധപ്പെട്ടത്, ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ആയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട നിറയെ സാധനങ്ങൾ, ലൈറ്റുകൾ, ഇലുമിനേഷൻ ബൾബുകൾ, ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് സ്റ്റാർ, മാലകൾ, ബൊക്കകൾ, സാന്റാക്ലോസ്, അങ്ങനെ സകലമാകുന്ന സാധനം ഇതിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് കയറിയും പോവാം, കാഴ്ചകൾ കാണുകയും ചെയ്യാം. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പഴയ വാണിജ്യ ചരിത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ബ്രോഡ്വേ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും പഴക്കം ചെന്ന ഈ ഇങ്ങനത്തെയുള്ള വാണിജ്യ സ്ട്രീറ്റുകളിലൊന്നാണ് ബ്രോഡ്വേ. പണ്ട് സായിപ്പന്മാരും അതിന് മുമ്പുള്ള ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരെല്ലാം വന്നപ്പോൾ ഈ ഒരു സ്ട്രീറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു പേര് ഇപ്പോൾ നമുക്കൊരു ഐറണിയായിട്ട് തോന്നും. അതായത് ചെറിയ ഇത്രയും നാരോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇടുങ്ങിയ ഈ വഴികൾ, അതിൻ്റെ ചുറ്റുമുള്ള കടകൾക്ക് എങ്ങനെയാണ് ബ്രോഡ്വേ, ബ്രോഡ് എന്ന് വെച്ചാൽ വലുതെന്നാണല്ലോ, വലിയ വഴി എന്നൊരു പേര് വന്നിരുന്നത്. കാരണം ഇത് അത്രയും പഴക്കമുണ്ട്. കാരണം അന്നത്തെ സമയത്ത് ഇതല്ല, ഈ ഒരു സ്ട്രീറ്റ് വലിയ ഒരു സ്ട്രീറ്റ് ആയിരുന്നിരിക്കാം, വലിയ കച്ചവട സ്ഥാപനമുള്ള സ്ട്രീറ്റ് ആയിരുന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ബ്രോഡ്വേ എന്നൊരു പേര് വന്നതെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ കൊച്ചി വരുന്നവരാണെങ്കിൽ മറൈൻ ഡ്രൈവിൻ്റെയും എം ജി റോഡിൻ്റെയും ഇടയ്ക്കായിട്ട് ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം 1000-ഓളം ഷോപ്പ് ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചപ്പം അറിയാനായിട്ട് കഴിഞ്ഞത്. ഇതൊരു 1000-ഓളം ഷോപ്പാണ് ഈ 2 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളത്. ഒരു സാധാരണ ദിവസമാണെങ്കിൽ ഏകദേശം ഒരു 10,000-ഓളം ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട് ഈ സാധനങ്ങൾ കാണാനായിട്ടും വാങ്ങാനായിട്ടൊക്കെ ആയിട്ട്. അല്ല, ഒരു അവധി ദിവസം, ശനി ഞായർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവധി ദിവസമാണെങ്കിൽ 20,000-ഓളം ആളുകളാണ് ഇവിടെ വന്നു പോകുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ഒരു വർഷം കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്ന ഒരു സ്ഥലം. താരതമ്യേന എല്ലാത്തിനും വില കുറവാണ്. അത് തന്നെയാണ് ഇവിടുത്തെ ബിസിനസ്സിൻ്റെ മെയിൻ കാരണം, അല്ലെങ്കിൽ ബിസിനസ് നടക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. താരതമ്യേന വലിയ വിലയിലില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കാം. അപ്പം പല രീതിക്ക് ഇതുണ്ടോ, ഇഷ്ടം പോലെ നമുക്ക് വേറെ എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ കിട്ടില്ല എന്ന് കരുതുന്ന സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ട് ഈ ബ്രോഡ്വേയുടെ നാറുമായിട്ടുള്ള അകത്തേക്കുള്ള വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ പുൽക്കൂടും നമ്മുടെ ഇലുമിനേഷൻ ബൾബുകളും ക്രിസ്മസ് ട്രീകൾ, അതുപോലെ ഒരുപാട് സ്റ്റാറുകൾ, ആ ബോൾസ് ഉണ്ടല്ലോ ക്രിസ്മസ് ട്രീക്കൊക്കെ തൂക്കുന്ന അങ്ങനത്തെ ചെറിയ ചെറിയ ഗിഫ്റ്റ്, സാന്റാക്ലോസിൻ്റെ മുഖം മൂടി, ഇതുണ്ട് ഒരുപാട് സ്റ്റാറുകൾ, പല തരത്തിലുള്ള സ്റ്റാറുകളൊക്കെയാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നൈറ്റ് വന്നിട്ടുണ്ടെങ്കിലാണ് ഇതിൻ്റെ ഒരു കാഴ്ച ശരിക്കും കാണാനായിട്ട് പറ്റും. ഇതെങ്ങനെയാണ് ഈ ഒരു മാർക്കറ്റിൻ്റെ, ഈ ഒരു സ്ട്രീറ്റിൻ്റെ ഭംഗി. അതുകൊണ്ട് എത്ര സെറ്റാണെന്ന് അറിയിരിക്കുന്നത്. എല്ലാം പല റേഞ്ചിലുള്ള പല വിലയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ. എല്ലാത്തിനും അങ്ങനെയുണ്ട്. സ്റ്റാറുകളാണെങ്കിൽ പോലും ഏകദേശം 10 രൂപ മുതൽ തുടങ്ങി ഏകദേശം 10,000-10,000 രൂപ വരെയുള്ള സ്റ്റാറുകളോട് വിൽക്കാനായിട്ടുണ്ട്. അപ്പോൾ അതായത് ഏത് റേഞ്ചിലുള്ള ആളുകൾ വന്നാലും അവർക്കതിന് വാങ്ങാനായിട്ട് പറ്റും. നമ്മുടെ നൈറ്റാണ് ഇതിൻ്റെ ഒരു കാഴ്ച. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ രാത്രിയിലെ വിഷ്വൽസും കൂടി കാണിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗി എന്താണെന്നുള്ളത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സ്ട്രീറ്റിൻ്റെ ഭംഗി, അതായത് നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങിയില്ലെങ്കിലും ഇവിടെ വന്ന് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും. കാരണം അത്രയ്ക്ക് ലൈറ്റുകളും, ഒരു പള്ളിപ്പെരുന്നാളിലൊക്കെ ചെന്ന ഒരു അനുഭൂതി, അതായത് ഒരു പള്ളിപ്പെരുന്നാളല്ല, ഒരു 2-3 പള്ളിപ്പെരുന്നാളിൽ ഒരുമിച്ച് പോയാൽ അനുഭൂതി നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് രാത്രിയിലെ വിഷ്വൽ കാണാം. നമ്മളതിൽ ആ ഒരു ലൈറ്റിൻ്റെ കളറുകളുണ്ടോ, ഇവരത് കൃത്യമായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. കണ്ടാൽ വാങ്ങിക്കാൻ തോന്നുന്നു നിനക്ക്.
നമുക്ക് നൈറ്റിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഒരുപാട് ആളുകളുണ്ട് രാത്രിയിലും ഈ ഒരു സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. രാത്രിയാണ് ഇത് കാണാനായിട്ട് ഭംഗി. അപ്പോൾ ഒത്തിരി പേര് ഇത് കാഴ്ചകൾ കാണാനായിട്ടും അത് വീഡിയോ ചിത്രീകരിക്കാനായിട്ടും അല്ലെങ്കിൽ കുടുംബമൊക്കെ ആയിട്ട് സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ട് ഈ സ്ട്രീറ്റിലോട്ട് വരുന്നുണ്ട്. നമുക്കറിയാം, നിന്നാൽ തിരിയാൻ പറ്റാത്തത്ര ആളാണ്. ഒരു ഒഴുകി ആളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ആളുകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. പകുതി പേരും ഈ സാധനങ്ങൾ കാണാനായിട്ട് വരുന്നവരാണ്. വളരെ കുറച്ച് ആളുകളാണ് ഇത് വാങ്ങാനായിട്ടുള്ളത്. എന്നിരുന്നപ്പോൾ നല്ല കച്ചവടം നടക്കുന്ന ഒരു സ്ട്രീറ്റ് കൂടിയാണിത്. നമ്മളല്ല, ഒരു 1000ഓളം കടകൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ. അപ്പം പണ്ട് കാലത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കടലാസുകൾ മുതൽ സിൽക്ക് സാരികൾ വരെ വിൽക്കുന്നൊരു തെരുവായിരുന്നു. മദ്യമടക്കം വിൽക്കുന്നൊരു തെരുവായിരുന്നു. അത് ഒരുപാട് പണ്ട് ഈ ഒരു സ്ട്രീറ്റ് തുടങ്ങിയ സമയത്ത്. ആദ്യം ഈ സ്ട്രീറ്റ് മട്ടാഞ്ചേരിയിലായിരുന്നു. പിന്നീട് എന്തൊക്കെ കാരണങ്ങൾ അത് മാറ്റിയത്. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഈ സ്ട്രീറ്റിൻ്റെയൊക്കെ തുടക്കത്തിൽ. അതുപോലെ ഈ സ്ട്രീറ്റ് വാഹനങ്ങൾ കയറ്റി കൊടുത്തില്ല. എന്നാലും ചില ആളുകൾ ഞാൻ കണ്ടു വാഹനങ്ങളുമായിട്ട് കുത്തിക്കയറി വരുന്നത് കണ്ടു. ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടി അവർക്ക് അതിനകത്ത് എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ല. അതായത് നമ്മൾ എല്ലാ കാര്യവും എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മളത് അതിനെപ്പറ്റി ബോധവാന്മാരാകത്തുള്ളൂ. നാളെ ഈ സ്ട്രീറ്റിൽ വെച്ച് ഒരു വാഹനം ഒരാൾ ഇടിക്കുകയോ അയാൾക്ക് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും ഇവിടുത്തെ പഞ്ചായത്തും കോർപ്പറേഷനും എല്ലാം ഉണരും. പിന്നെ ആരും കയറ്റി കൊടുത്തില്ല. പക്ഷെ അത് ഉണ്ടാവുന്നുണ്ട് വരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും. ഇവിടെ ഒരു സാന്റാക്ലോസ് ഇരുന്ന് ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വല്ല വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഈ ഒരു സ്ട്രീറ്റിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. ഈ ബ്രോഡ്വേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് കടകളുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, സീസണലായിട്ടുള്ള ഇത് മാത്രമല്ല, ഇവിടെ തുണികൾ, ചെരുപ്പുകൾ, ബാഗുകൾ, അങ്ങനെ എല്ലാ മൊബൈൽ ഫോണുകൾ, അങ്ങനെ സകലമാന സാധനങ്ങൾ നമുക്ക് ഈ ഒരു ബ്രോഡ്വേക്കകത്ത് കിട്ടും. നമ്മൾ ഈ രാത്രി കാഴ്ചകളൊക്കെ പകർത്തി പുറത്തേക്ക് വയ്യ ഇറങ്ങിയാണ്. അപ്പോൾ ഈ ഒരു ന്യൂ ഇയർ 2025 ആവുന്നോടം വരെ ഈ കച്ചവടങ്ങൾ ഇങ്ങനെ തന്നെ ഇവിടെ ഉണ്ടാവും എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരുക. ഏറ്റവും അടുത്ത് നമുക്കൊന്ന് മഹാരാഷ്ട്ര മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുക, അല്ലെങ്കിൽ സൗത്ത് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുക, അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ മെട്രോ ആണെങ്കിലും ഹൈക്കോട്ട് ഇറങ്ങുക. അങ്ങനെ എന്തുകൊണ്ടും എല്ലാവർക്കും എത്താൻ പറ്റുന്ന സ്ഥലമാണ്. ഇതൊക്കെ ഒന്ന് കാണുക. ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ ബൾക്കൊക്കെ ആയിട്ട് കോളേജിലോട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങളിലോട്ടൊക്കെ സാധനം മേടിക്കുകയാണെങ്കിൽ ഇവിടെ ഒന്ന് മേടിക്കുകയാണെങ്കിൽ നല്ല ലാഭമായിരിക്കും. അതൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഇത്രയും നക്ഷത്രങ്ങളും ഇത്രയും ആളുകളെ എല്ലാം ഒന്ന് കണ്ടിട്ട് പോകാനാണെങ്കിൽ നല്ലൊരു അനുഭവം തന്നെയായിരിക്കും അത്. അപ്പോൾ ആരിലും വരുന്നുണ്ടെങ്കിൽ നേരെ പോലെ ബ്രോഡ്വേയിലേക്ക്. ബ്രോഡ്വേ നല്ല കളർഫുള്ളായിട്ട് ഇവിടെ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ബ്രോഡ്വേയുടെ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ കാണുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബാക്കിയുള്ള വീഡിയോകളൊക്കെ നമ്മൾ പ്ലേലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. കയറി കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബ്രോഡ്വേയുടെ കൂടുതൽ വിശേഷങ്ങൾ ഒന്നും പറയാൻ നിൽക്കുന്നില്ല, നിങ്ങൾ തന്നെ പോയി കണ്ട് മനസ്സിലാക്കുക. അപ്പം ഇനിയും ഇതുപോലുള്ള വീഡിയോകളായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വെച്ചേക്കുക.